MEC7 എന്ന് പറയുന്ന ഒരു സംഘടന മലബാർ മേഖലയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു. അതിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അതീവ ഗുരുതര ആരോപണങ്ങളാണ് കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ ഈ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ വലിയ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. നേരത്തെ തന്നെ മലബാറിൽ വലിയ പ്രചാരണം നേടിയ MEC7 വ്യായാമ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് എന്ന് CPM ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് MEC7നെ കുറിച്ചുള്ള വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ തേടുന്നത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഈ MEC7ന്റെ പ്രവർത്തനങ്ങൾ സംശയം പ്രകടിപ്പിച്ച് സമസ്തയും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണോ? കൂടുതൽ വിവരങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര ഏജൻസികൾ ഏറ്റവും ഗൗരവകരമായി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നതെന്നാണ് അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു തരത്തിലുള്ള പ്രതിഫലവും ഇച്ഛിക്കാതെ ഒരു സമൂഹത്തിന് ഇടയിലേക്ക് കൃത്യമായ സ്വാധീനം കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ഈ MEC7 ആർജിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വ്യായാമം, ആരോഗ്യം എന്നീ രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയായിരുന്നു ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യായാമ കേന്ദ്രങ്ങളിൽ കൃത്യമായ പരിശീലനങ്ങൾ നൽകുക എന്ന് ഒരുപാട് ആളുകൾ, സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ഒരുപാട് ആളുകളെ ഈ MEC7ലേക്ക് ഇവർക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിന് പിന്നിൽ ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് ആദ്യം തുറന്നു പറഞ്ഞത് CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനാണ്. അതിനുശേഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അതായത് നിരോധിത സംഘടനയായ PFIയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പഴയ ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ ആശയവുമായി വന്നിരിക്കുന്നത്. ഇതിനെതിരെ ജാഗ്രത പുലർത്തണം, ഇത് വലിയ രീതിയിലേക്ക് ഒരു അപകടം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയിരുന്ന ഈ വാർത്ത നമ്മൾ കൊടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ഈ സമസ്ത വിഭാഗം, AP സമസ്ത വിഭാഗം കൂടി ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു MEC7ന്റെ ചതിയിലേക്ക് ഒരാളും പോകരുത്, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന് പിന്നിൽ, ഈ ഒരു ചതിയിലേക്ക് ഒരാളും പോകരുതെന്നായിരുന്നു ഇവർ പരസ്യമായി പറയുകയും ചെയ്തിരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഈ MEC7ന്റെ ആദ്യം മുതലുള്ള പ്രവർത്തനത്തെ കൃത്യമായി നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് പരിശോധിക്കുകയും ചെയ്യാം. അവരുടെ വെബ്സൈറ്റിലടക്കം പരിശോധിച്ചുകൊണ്ട്, ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ട് കൃത്യമായി തന്നെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവർ നടക്കുന്നത്, ആരൊക്കെയാണ് ഇവരുടെ ഇതുവരെയുള്ള ഭാഗമായത്, ഇവരുടെ വിവരങ്ങളൊക്കെ തേടിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. നമുക്കറിയാം, ഈ തീവ്രവാദ ശക്തികൾ, രാജ്യദ്രോഹ ശക്തികൾ ഓരോ പ്രവർത്തനങ്ങളിലും കൃത്യമായി കേരളത്തിൽ നുഴഞ്ഞു കയറാനുള്ള അതിതീവ്രമായ ഒരു ശ്രമങ്ങൾ നടത്തി വരികയാണ്. അത് നമുക്ക് ഓരോ വാർത്തകളിലും നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും പുതിയൊരു ആശയവുമായി MEC7 എന്നുള്ള ഒരു ആരോഗ്യ ഏറ്റവും നല്ല ഒരു ആശയവുമായി, അതായത് MEC7 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വ്യായാമം, അതിലൂടെ ആരോഗ്യം, അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നിൽ വെച്ചുകൊണ്ട്, ആശയം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവർ നടത്തിയത്. ആ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ ഈ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ, വിവിധ മേഖലകളിലുള്ള ആളുകളെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം വേറെ എന്ന് പറയുന്നത് CPM നേതാക്കൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ സമസ്തയുടെ നേതാക്കൾ തന്നെയാണ് ഈ ഒരു ആരോപണത്തെ പറയുന്നത്. എന്തായാലും അവരുടെ പ്രസംഗങ്ങളടക്കം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഇടവേളകളിൽ കൃത്യമായി ഇവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘം വന്നത്. എന്തായാലും വിശദമായി ഇവരുടെ പ്രവർത്തനത്തെ പറ്റി, ആദ്യ ദിവസം മുതലുള്ള ഇവരുടെ പ്രവർത്തനത്തെ പറ്റി, അതോടൊപ്പം തന്നെ ഇവരുടെ വ്യായാമ കേന്ദ്രങ്ങളിൽ വ്യായാമത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ നിലവിൽ ശേഖരിച്ചിരിക്കുകയാണ്. വീണ, വിനോദ്. ഈ അരുൺ, ഈ മുസ്ലിം പോക്കറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായി, മുസ്ലിം മതവിശ്വാസികൾ കൂടുതലായുള്ള ഇടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതേസമയം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമുണ്ടല്ലോ NDF, അത് തുടങ്ങിയതും ഇത്തരത്തിൽ വ്യായാമ പദ്ധതികൾ, കൂട്ടായ്മകളിലൂടെയൊക്കെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സംശയാസ്പദമായ കാര്യമായി പറയുന്നത്. ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനം, ഇപ്പം സമസ്ത തന്നെ ഇതിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരെന്തൊക്കെയാണ് പ്രധാനമായും ഇതിനെ സംശയ നിഴലിൽ നിർത്തണം എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്? ഇതിൻ്റെ ചതി അറിയാതെ ഇതിൽ പെട്ടുപോയ ഒരുപാട് പേരെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ MEC7ന്റെ പിന്നിലുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത്. പക്ഷേ ഒരുപക്ഷെ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയേണ്ടതുണ്ട്.
തീർച്ചയായും അത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. ഒരു തരത്തിലുള്ള ലാഭവും ഇല്ലാതെ ജനങ്ങളുടെ ആരോഗ്യം, അതിലൂടെ സന്തോഷം, കൃത്യമായ വ്യായാമം, ഈ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇവർ നടത്തിയിരുന്നത്. മലപ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു ഇതിന്റെ പ്രവർത്തനം തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന് ശേഷം അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിവിധ ജില്ലകളിലേക്ക് ഈ പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പ്രവർത്തനം രാജ്യത്തിന് പുറത്തേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുണ്ടായത്. അങ്ങനെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദ്രുതഗതിയിലുള്ള ശരവേഗത്തിലുള്ള ഒരു വർധനവ് തന്നെ, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണത്തിൽ ഒരു വലിയ വർധനവ് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ഈ MEC7-ലേക്ക് ആകർഷിക്കുവാനും ഇവരുടെ ഈ വ്യായാമ സംഗമങ്ങളിൽ പങ്കെടുപ്പിക്കുവാനും ഇവർക്കായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ തന്നെ അടുത്തിടെ കണ്ട ഒരു പ്രവണത, ഇതിനെ കുറിച്ച് സഖാക്കൾ എന്നോട് പറഞ്ഞത് PFI പ്രവർത്തകർ, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നായിരുന്നു ആ പ്രാദേശികമായുള്ള സഖാക്കൾ എന്നോട് പറഞ്ഞത്. ഇതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചിരുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരമായി ഇവർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ച സമയത്തായിരുന്നു ഈ PFIയുടെ പഴയ നേതാക്കൾ തന്നെ അത് പുതിയ രൂപത്തിലേക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ വഴിയായി, പുതിയ ആശയമായി ഇതിനെ മാറ്റുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമസ്ത പറയുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഒരു മതരാഷ്ട്രീയമാണ് ഇത് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു കരുവായി, അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇത് എന്നാണ് സമസ്തയും മുന്നോട്ട് പോകുന്നത്. ആ സമസ്ത നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ചതിയിൽ മുസ്ലിങ്ങൾ ആരും പെട്ടുപോകരുത് എന്നുള്ള അടിവരയിട്ടുകൊണ്ട് അത് പരസ്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള അതിതീവ്രമായുള്ള അവരുടെ ഒരു ശ്രമം, അവരുടെ ഒരു പ്രവർത്തനങ്ങൾ എത്രത്തോളം നിരോധിച്ചിട്ടും കേരളത്തിൽ ഉണ്ടാകുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇടത് വലത് സർക്കാരുകളുടെ നിർലോഭമായ പിന്തുണ, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഈ PFI അടക്കം നിരോധിച്ച സമയത്തും അതിന് അനുകൂലമായ ഒരു നിലപാടുകൾ, ഒരു ഇരവാദം ഉയർത്തിക്കൊണ്ടുള്ള ഒരു നടപടികൾ തന്നെയായിരുന്നു ഇടത് വലത് സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് P. മോഹൻ അടക്കം തുറന്നു പറയുന്നുവെങ്കിൽ അത് സമൂഹത്തിൽ എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് കോഴിക്കോട് അടക്കമുള്ള ഈ മേഖലകളിൽ ഇത് എത്രത്തോളം അപകടം ഉണ്ടാകുന്നു എന്ന് അവർക്ക് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിരിക്കുന്ന CPM-ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. അത്തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയിരിക്കുന്ന ഒരാൾ ഒരു പരസ്യ യോഗത്തിൽ ഇത് വിളിച്ചു പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന്റെ ഒരു അപകടത്തെക്കുറിച്ച് ഇവർക്കും മനസ്സിലായി തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനോദ്, അതെ, അങ്ങനെ തന്നെയാണ്. CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. RK വൈകുണ്ഠം തുടങ്ങിയ പ്രേക്ഷകർ പറയുന്നു, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു എന്നുള്ളതാണ്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വരുന്നു, സംസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താവുന്നതാണ്. CPM തന്നെ വ്യക്തമാക്കുന്നു അതിന് പിന്നിൽ സംശയമുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതിന്മേൽ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകാത്തെന്ന് വ്യക്തമല്ല. പക്ഷെ അതൊരു ഭീകരവാദ സംഘടന അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന രീതിയിൽ വരികയാണ് എങ്കിൽ കേന്ദ്ര ഏജൻസികൾ അത് അന്വേഷിക്കും. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതുവരെ കരുതിയിരിക്കണം എന്നാണ് പറയാനുള്ളത് ഇതിൽ ഉൾപ്പെട്ടവരോടൊക്കെ.